ഇപ്പൊ എന്താ പോലീസ് സ്റ്റേഷൻ പറയുന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകാനുള്ള കാരണം എന്താ പറയണേ? വൈകാനുള്ള കാരണം അവര് പറയുന്നത് അവിടെ കുറെ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്, അപ്പൊ ഇത്തിരി താമസം വരുമെന്നാ പറയുന്നത്. പക്ഷെ അവര് പറഞ്ഞത് ഏറ്റവും ഇതായിട്ട് പറഞ്ഞ 6 മാസമാണ്. 6 മാസം കഴിഞ്ഞപ്പോ 7 മാസം കഴിഞ്ഞു. എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പോലീസ് കല്ലറയിൽ നിന്നും പുറത്തെടുത്തിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് 7 മാസമായിട്ടും റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന ആരോപണവുമായി മാതാവ് മറീന രംഗത്ത് വന്നിട്ടുള്ളത്. വാഴക്കാല കണ്ണമ്പുറത്ത് വീട്ടിൽ ജോസഫിന്റെ മകൻ വിൽസനാണ് ചികിത്സയിലിരിക്കെ 2023 ഏപ്രിൽ 21 പുലർച്ചെ മരിച്ചത്. എനിക്കിത് അറിഞ്ഞിട്ട് വേണം അതിന്റെ ബാക്കി നടപടികളിലേക്ക് നീങ്ങാൻ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഇപ്പൊ 7 മാസമായി. കല്ലറ തുറന്ന് ബോഡി എടുത്തിട്ട് ഇപ്പൊ 7 മാസമായി. 7 മാസമായി. ഞാൻ തരുന്നില്ല. നിരന്തരം കളക്ടറെ കാണല്, ACP ഓഫീസിൽ ചെന്ന് സാറിനെ കാണും, കളമശ്ശേരിയിലേക്ക് വിളിക്കും. എല്ലാരും പറഞ്ഞ് ഫോളോ ചെയ്യുന്നുണ്ട്, ആയിട്ടില്ല, കിട്ടിയിട്ടില്ലെന്നാ. ഇതിനെ തുടർന്ന് വിൻസെന്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ മരണപ്പെട്ട വിൻസെന്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്രയും വേഗത്തിൽ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കാക്കര ACP ഓഫീസിന്റെ മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. ഈ അമ്മ സ്വന്തം മകൻ അവിടെ മരണത്തോട് മല്ലടിക്കുമ്പോൾ മരുന്ന് വാങ്ങാൻ കാശില്ലാതെ മരുന്ന് വാങ്ങാൻ വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയിലാണ് തിരിച്ചു വരുമ്പോൾ ഈ മകന്റെ മരണ വാർത്ത അറിയുന്നതാണ് എനിക്ക് മനസ്സിലായിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ അമ്മയെ കാണുമ്പോൾ ഈ അമ്മയുടെ കണ്ണുനീരാണ് എന്നെ ഈ കളക്ട്രേറ്റിന് മുന്നിലേക്ക് എത്തിച്ചത്. മകന്റെ മരണത്തിൽ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി മാതാവ് മെറീന വർഗീസ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. തുടയിൽ നീര് വന്നതിന് ചികിത്സക്കായിട്ടാണ് വിൽസനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മെറീനയുടെ മകൻ വിൽസൺ ഉൾപ്പെടെയുള്ള നിരവധി സഹോദരങ്ങൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടക്കമുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും മരണപ്പെടുന്നുണ്ട്, ചികിത്സാ പിഴവുകൾക്ക് വിധേയമാകുന്നുണ്ട്. എന്നാൽ നാളിതുവരെ യാതൊരു നടപടിയും സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ഭീതി ജനിപ്പിക്കുന്ന സംഗതിയാണ്. അർഷനയുടെ മുതലേ നിരവധിയായിട്ടുള്ള കേസുകളുണ്ട്. ഇപ്പോൾ തന്നെ 7 മാസമായി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അതിന്റെ റിപ്പോർട്ട് പോലും നൽകിയിട്ടില്ല എന്നുള്ളത് ഈ കേസ് വൈകിപ്പിക്കുവാനുള്ള ഗൂഢശ്രമമായിട്ട് തന്നെയാണ് ജനനീതി സംരക്ഷണ സമിതി കാണുന്നത്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള സമരങ്ങളിലേക്ക് കേരളത്തിൽ ഒട്ടുക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റും ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെടുകയും ആ അമ്മയുടെ നൊന്തു പ്രസവിച്ച മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറിയുവാനുള്ള, പൊതുസമൂഹത്തെ അറിയുവാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ആ മാതാവിന് നീതി ലഭിക്കുവരെയും ഈ സമരത്തിൽ ശക്തമായിട്ട് ജനനീതി സംരക്ഷണ സമിതി ഉണ്ടാകുമെന്നും മാത്രം പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് കിട്ടേണ്ട നീതി ഇവിടെ കിട്ടാതിരിക്കുകയും ഉദ്യോഗസ്ഥന്മാർ അവരുടേതായ രീതിയിൽ സുഖിച്ച് നടന്ന് അവര് ലോങ് ലീവ് എടുക്കുക, അവര് ആരൊക്കെയായിട്ട് ചേർന്നുള്ള ഒരു ഒത്തുകളി പോലെയാണ് ഇതിനകത്ത് ശരിക്കും മനസ്സിലാവുന്നത്. കാരണം തീർച്ചയായിട്ടും ഉണ്ട് മനഃപൂർവ്വം വൈകിക്കുക. കാരണം എന്താ വെച്ചാല് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവരെ ബന്ധപ്പെട്ടവർക്ക് അച്ഛൻ അല്ലെങ്കിൽ അമ്മ സഹോദരന്മാരെ ആവശ്യപ്പെട്ടാൽ കൊടുക്കുക എന്നുള്ളത് ഒരു ഹോസ്പിറ്റലിന്റെ കർത്തവ്യം തന്നെയാണ്. ആ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് ഇവർ മാറി നിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ വ്യക്തിപരമായ രീതിയിലും സംഘടനാപരമായ രീതിയിലും ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. കാരണം ഇത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അവരുടെ മകൻ എന്ത് സംഭവിച്ചു, അവരുടെ മകൻ എങ്ങനെ മരിച്ചു, അതറിയേണ്ട ഒരു ബാധ്യത അവർക്കുള്ളതാണ്. അതനുസരിച്ചിട്ടാണ് 2 വർഷം മുമ്പ് മരിച്ച മാനെ പോസ്റ്റ്മോർട്ടമാണ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിലെന്തെങ്കിലും ദുരൂഹത ഉണ്ടായിട്ടായിരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെന്താണെന്നുള്ളത് അറിയേണ്ട ഒരു ആവശ്യം അവരുടെ അർഹതയാണ്, അവർക്ക് അവകാശപ്പെട്ടതാണ്. അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്തു കൊടുത്തേ മതിയാവുള്ളൂ. ഇത് കാണിക്കുന്നത് നീതിപരമല്ല. ഇവിടെ നീതി നിഷേധിക്കപ്പെടുമ്പോഴത്തേക്ക് നീതിക്കായിട്ട് പോരാടേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീതിക്കായിട്ട് അങ്ങ് അറ്റം വരെ പോകുന്നതിനും മെറീനമ്മയുടെ കൂടെ ആദിവാസി ദളിത് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങളുടെ സംഘടനയും ഇതിനോട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഉറപ്പായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊള്ളുന്നു. പ്രായമായ അവശയായ അമ്മയ്ക്ക് താങ്ങാവേണ്ട ഒരു മകൻ, ആ മകൻ എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയേണ്ട അവകാശം ആ അമ്മയ്ക്കുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ അമ്മ വിചാരിക്കുന്ന പോലെ അല്ല, സ്വാഭാവികമായ ഒരു മരണമാണെങ്കിൽ അതാണ് അവർക്ക് അറിയേണ്ടത്. സ്വാഭാവികമായ മരണമാണെങ്കിൽ അതാണ് അവരുടെ വിധി എന്ന് അവർക്ക് സുഖമായി അല്ലെങ്കിൽ ശാന്തമായി സമാധാനമായി ഉറങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയെങ്കിലും ആ റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് കൈപ്പറ്റുക, കിട്ടണം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കളക്ടറെ ഒന്ന് നേരിട്ട് കാണാനും കൂടെ ഒരു അപേക്ഷ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി കളക്ടറെ ഒന്ന് നേരിട്ട് കാണുന്നതാണ്.
തീർച്ചയായും മെറീന ചേച്ചിക്ക് നീതി ലഭിച്ചേ മതിയാവൂ. അവരുടെ മകൻ മരണപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ആ അമ്മ പല മീഡിയകളിലും പറഞ്ഞിട്ടുണ്ട്. മരിച്ച സമയത്ത് പോസ്റ്റ്മോർട്ടം പറയാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല എന്ന്. തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ സംരക്ഷിക്കേണ്ട, നാളെ നമുക്ക് തണലാവേണ്ട മകൻ മരണപ്പെടുമ്പോൾ അതിൽ നമ്മൾ വേദനിച്ച് കിടക്കുമ്പോൾ എൻ്റെ മകനെ കീറി മുറിക്കേണ്ട എന്നാണ് അവർ ചിന്തിച്ചത്. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് അതിലെന്തോ കാര്യമുണ്ട്. നടന്ന് ഹോസ്പിറ്റലിൽ വന്ന് ഒരു ചെറിയ പരു അത് പൊട്ടിച്ചതിന് ശേഷം മരണത്തിലേക്ക് എങ്ങനെ നടന്നെടുത്തു. തീർച്ചയായും മെഡിക്കൽ കോളേജിലെ അവസ്ഥ വളരെ ദയനീയമാണെന്നും കേരളം നമ്പർ 1 ആരോഗ്യ മേഖല എന്ന് പറയുമ്പോഴും സാധാരണക്കാരന് ശരിയായ രീതിയിൽ അവിടെ യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു പകൽ പോലെ സത്യമായ കാര്യമാണ്. മെറീന സ്വന്തം മകൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് 5-6 മാസമായിട്ട് ഇപ്പോൾ കിടന്ന് നടക്കുന്നത്. പലപ്പോഴും പറഞ്ഞതിൽ വേഗം കിട്ടും എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ മെഡിക്കൽ കോളേജ് അധികൃതരും ഡോക്ടർമാരും പോലീസും തമ്മിലൊരു ഒത്തുകളി ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഞങ്ങളെ അന്വേഷിച്ച ഇവിടെ നേരത്തെ പോലീസ് വന്നിരുന്നു. അവർ പറഞ്ഞു നിങ്ങളെക്കാളും മുന്നേ ഉള്ളവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, നിങ്ങളുടെ കിട്ടും എന്നുള്ളതാണ്. മെറീന വർഗീസ് എന്ന ഈ അമ്മയുടെ മകൻ മരണപ്പെട്ടിട്ട് ഇപ്പം 2 വർഷമായി. അപ്പം 2 വർഷത്തിന് ശേഷമാണ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനെടുത്തത്. അപ്പം 7 മാസത്തോളമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ACPയും എറണാകുളം ജില്ലാ കളക്ടറും പറഞ്ഞു വെച്ചാൽ വ്യക്തമായ മറുപടി ഇല്ല. ഇനിയും വൈകും എന്നൊരു മറുപടിയാണ്. മെറീന വർഗീസ് മിക്ക ദിവസം പോലീസ് സ്റ്റേഷനും കളക്ടറേറ്റും കയറി ഇറങ്ങിയ. കല്ലറയിൽ നിന്നും പുറത്തെടുത്ത മൃതദേഹം മാതാവിന്റെ ആവശ്യപ്രകാരമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചത്.